ഇന്ന് പാലക്കും പരിപ്പും കൂടെ ചേർത്തുള്ള ഒരു ഒഴിച്ചുകറിയാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു 1/4 കപ്പ് പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കും ഇനി അതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു 4-5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അരയുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പരിപ്പ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള പാലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം കുറച്ച് കുറവാണ്, അപ്പോൾ ഒരല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലക്കൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് വരും. ഇപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരപ്പ് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഈ അരപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്കും ഈ തേങ്ങ അരപ്പൊക്കെ നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഒന്ന് വെന്ത് വരും. ഇങ്ങനത്തെ കറികളിലൊക്കെ ഒത്തിരി വെള്ളം ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഒന്ന് കുറുകിയിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കറികളൊക്കെ ടേസ്റ്റ്. ഇതിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയ ശേഷം ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് ഇതുപോലെ ഒരു 3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പും പാലക്കും കറി റെഡിയായി കഴിഞ്ഞു.